ഹലോ ഗൈസ്, അപ്പൊ പ്രത്യേകിച്ച് പണിയില്ല. ഞങ്ങൾ പുത്തൂര് ബൈപ്പാസ് കന്നാണ് അവിടെ ചെറിയ കളി എടുക്കണ്ട, അത് കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ടിക്കറ്റ് തന്നെ സ്റ്റേഡിയത്തിൽ കഴിയും. അപ്പോൾ നാട്ടിൽ സെയ്ത് കൊടുക്കണം, ഓനി കാണാൻ. അങ്ങനെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടി എടുക്കണേ, കുറുക്കൻ ചാത്തലും കണ്ണു പോയിക്കോട്ടെ. ഞാൻ കുറച്ചു നേരം നോക്കി. അങ്ങനെ കളി തുടങ്ങി. കണ്ടന്റ് എടുക്കാൻ ഒന്നുമില്ല, വിഷമിച്ചിരിക്കണം. അപ്പോഴൊരു സാധനം മുന്നേ വന്നു വിട്ട് നാലാൾ കൂടുമ്പോ റാശുവിന്റെ ഐഫോൺ എടുത്ത് ഇങ്ങനെ പട്ടിഷ് കാണിച്ചു. കോളൊന്നും പറ്റില്ല, വെറുതെ കാണിച്ചാണ്. അങ്ങനെ 3 ദിവസമായിട്ട് പോകാൻ ജിമ്മിനും പോകണ്ട. അതിന്റെ പട്ടിഷോണ് അവിടെ കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കേണ്ട അറിഞ്ഞുകൊണ്ടാണ് പോനെ കാണിച്ചത്. അങ്ങനെ തൊട്ടപ്പുറത്ത് നമ്മളെ രാജാസിലെ ഹോട്ട് ബോയ് ഉണ്ടായിരുന്നു, സെക്സ്റ്റി ലുക്കുള്ള. ഇതിന്റെ വേറൊരു പോയിന്റ്, കളി എടുക്കുമ്പോൾ അവിടെ പെസ് കളിച്ചിരിക്കണം. ഓനൊക്കെ എന്താ പറയുക. അങ്ങനെ കളി ഞാൻ റബീബ് നേരെ റൊമാൻറ്റിക് മൂഡ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാനും റാശി ഞങ്ങളെ ഭാവി കല്യാണത്തിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്തു. ഇത് ഒന്നിച്ച് എത്ര കൊല്ലം ഗ്യാപ്പാണ് റാശിയ നമ്മളെ കല്യാണത്തിന്? 3 ഇയർ 3 കൊല്ലത്തെ ഗ്യാപ്പാ ഞങ്ങളെ കല്യാണത്തിന്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ റബീബിന് 3 ഫോളോവേഴ്സ് കയറിയ സന്തോഷം റബീബാണ് കഴിച്ചു. അജ്മലിലെ ക്യൂട്ട് ബേബി പറഞ്ഞ് ഓനിട്ടാണ് മോട്ടറാക്കി ഞങ്ങൾ. അജ്മലിലെ സയ്യാറാണ് ക്യൂട്ട് ബേബിയാണ്. അങ്ങനെ കുറച്ചേ ഒരു കുതിര ആയിക്കൂടെ പോണ്. അതാണ് പണ്ട് നോക്കാണ്ട് റബീബ് തരാൻ്റെ പിന്നാലെ വിട്ടു. അങ്ങനെ തൊട്ട് പിന്നാലെ ഒട്ടകം വരണ്ട്. അത് കണ്ടപ്പോ തന്നെ ഫാദ അതിന് ചുക്കാൻ വേണ്ടി ഉണ്ടാകുന്ന നോക്കാൻ തുടങ്ങി. ആ ഫാദറിനോട് അപ്ലൈ പറഞ്ഞേ വ്ളോഗ് വരുമ്പോൾ രാജാസ് കയറാൻ പറ്റൂലെന്ന്. എനിക്ക് രാജാസ് കയറാൻ പറ്റൂല. അങ്ങനെ രാജാസ്ഥ കുട്ടികളൊന്നും ഫാദിനെ പിടിച്ച് ഊക്കരുത് പ്രത്യേകം വ്ളോഗിൽ പറയാൻ പറഞ്ഞിട്ട് ആരും ഫാദിനെ ഊക്കരുതിട്ടാ. അങ്ങനെ എല്ലാ പരിപാടിക്കും ഞങ്ങൾ നേരെ പോയി. അപ്പൊ ഓക്കെ, ബൈ.